ഹായ് ഫ്രണ്ട്സ്, ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആണ് വന്നേക്കുന്നത്. ഇതിന് മുമ്പ് ഞാൻ കട്ടിങ് വീഡിയോയും യോക്ക് ഡിസൈൻ ചെയ്യണ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് കാണാത്തൊന്ന് കണ്ടു നോക്കാം കേട്ടോ. ഞാൻ യോക്ക് പാർട്ട് എടുത്തിട്ട് ഞാൻ മെയിൻ പാർട്ടിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ വേണ്ടി പോണത് സ്റ്റിഫ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. സ്റ്റിഫിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കാം കേട്ടോ സ്റ്റിഫ് കട്ട് ചെയ്യണത്. ഫസ്റ്റ് നമ്മൾ സ്റ്റിഫ് ഒന്ന് ജോയിൻ ചെയ്ത് അടിച്ച് മറിച്ചെടുക്കാണ്ട് ചെയ്യണത്. അതുപോലെ തന്നെ ബാക്ക് പാർട്ടിൽ ഞാൻ അടിച്ച് മറിച്ചെടുക്കേണ്ട ചെയ്യണത്. ഇതേപോലെ ബാക്ക് പാർട്ടിലും സ്റ്റിഫ് വെച്ച് അടിച്ചിട്ട് മറിച്ചെടുക്കാം കേട്ടോ. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. സ്റ്റിഫ് ബാക്ക് പാർട്ടിലും ഫ്രണ്ട് പാർട്ടിലും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ബാക്ക് പാർട്ട് വേണം അടിയിൽ വെക്കാൻ വേണ്ടിയിട്ട്. അണ്ട് ഫ്രണ്ട് പാർട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കാം കേട്ടോ. അണ്ട് നല്ല വശം ചേർന്നിരിക്കുന്ന രീതിയിൽ വേണം ഷോൾഡർ അറ്റാച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ സ്റ്റിഫിൻ്റെ ഇടയിലായിട്ട് ഇതുപോലെ വെക്കാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ രണ്ട് സൈഡും ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി കൈ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ഷോൾഡർ ഒന്ന് ഇതുപോലെ ഒന്ന് നിവർത്തി കൊടുക്കാം കേട്ടോ. ഷോൾഡർ കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. രണ്ട് സൈഡിലും ഷോൾഡർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി കൈ ഒന്ന് എടുക്കാം കേട്ടോ. കൈ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് പാർട്ട് കൈയിലും ബോഡി പാർട്ടിലും നമ്മൾ കൈ കുഴിച്ച് വെട്ടി കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും സെയിം തന്നെ കറക്റ്റായിട്ട് തന്നെ വെക്കാം കേട്ടോ. എന്നിട്ടൊന്ന് അടിച്ചെടുക്കുക. എന്നിട്ട് അടിയിലൊന്ന് മടക്കി അടിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡ് നമ്മൾ കൈ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് രണ്ട് സൈഡൊന്ന് ജോയിൻ്റ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതുപോലെ ഒന്ന് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും നമ്മൾ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടേക്കണത്. അപ്പോൾ എല്ലായിടത്തും 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്തിട്ട് ഒന്ന് ജോയിൻ്റ് ചെയ്തെടുക്കുക. അടിയിലെത്തുമ്പോൾ ഒരു ഇഞ്ചൊക്കെ മതിയാവും കേട്ടോ തയ്യൽത്തുമ്പ്, അല്ലെങ്കിൽ 3/4 ഇഞ്ചൊക്കെ മതിയാവും തയ്യൽത്തുമ്പ്. അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതുപോലെ രണ്ട് സൈഡും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അപ്പർ സൈഡ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് 1/2 ഇഞ്ചിലൊന്ന് മടക്കി അടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അടിയൊക്കെ മടക്കി അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിഫ് നമ്മൾ നെക്കിൻ്റെ അവിടെ ഒന്ന് ഹെം ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹെമ്മിങ് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് ഫിനിഷായിട്ട് നിന്നോളൂ കേട്ടോ. ഇതുപോലെ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ഒന്ന് ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.